ഈ കഥ ഞാൻ കേൾക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുപോലെ അന്ന് ബേസിൽ ജോസഫ് എന്ന താരോദയം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഈ കാസ്റ്റ് അല്ലായിരുന്നു ആക്ച്വലി. മറ്റൊരു രീതിയിലുള്ളൊരു ഒരു കാസ്റ്റിങ്ങും ഒരു കൺസെപ്ഷനും വെച്ചിട്ടാണ് ദീപു ഈ സ്ക്രിപ്റ്റ് എന്നോട് പറയുന്നത്. പിന്നീട് ഞാനും ആടുജീവിതം അതിൻ്റെ തിരക്കുകളൊക്കെ ആയിട്ട് പോയി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിപിൻ ഈ കഥ വിപിന് ചെയ്താൽ കൊള്ളാമെന്ന് പറയുകയും അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് വീണ്ടും ഓണാവുന്നത്. അതിൽ വിപിൻ വരുത്തിയ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ സ്ക്രിപ്റ്റിലും ഒക്കെ തന്നെ. അതിലേറ്റവും വലിയ മാറ്റം ഈ ഒറിജിനലി പറഞ്ഞ കാസ്റ്റിങ്ങിൽ നിന്നും ഈ രണ്ട് കഥാപാത്രങ്ങൾ ബേസിലും ഞാനും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ മാറുമ്പോൾ ചുറ്റും നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സിൻ്റെയും കാസ്റ്റിംഗ് മാറേണ്ട ഒരു ആവശ്യം വരും. അങ്ങനെയാണ് ഈ സിനിമയിൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇത് ഇത്ര മാത്രമല്ല കേട്ടോ, ഒരു 10-40ഓളം ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. അപ്പോൾ ഈ ഒരുപാട് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു പെയറിങ്, നായകൻ നായിക എന്ന് മാത്രമല്ല, ക്യാരക്ടർ ആക്ടേഴ്സ് ആണെങ്കിലും സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഈ സിനിമയുടെ കാസ്റ്റിംഗിൽ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ പേഴ്സണലി ഇത്രയും നടന്മാർ ഒരുമിച്ചൊരു സെറ്റിൽ ഉണ്ടാകുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നതും അത്തരം ഒരു സെറ്റിൽ ഞാൻ ഉണ്ടാകുന്നതും ഒരുപാട് നാൾക്ക് ശേഷമാണ്. ഈ സിനിമയിലെ ഏറ്റവും വലിയ സന്തോഷവും അത് തന്നെയായിരുന്നു. ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഒരു നല്ല തിരക്കഥ ഒരു നല്ല രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെയാണ് എക്സൈറ്റ്മെന്റ്. അതിപ്പോൾ ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഏത് സിനിമയും നമ്മൾ മനസ്സിൽ കണ്ട പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ടോ ആ സിനിമ അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു നടനായിട്ടും നിർമ്മാതാവായിട്ടും വലിയ സന്തോഷം തരുന്ന, എക്സൈറ്റ്മെന്റ് തരുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് എല്ലാ സിനിമകൾക്കും ഒരു യാത്രയുണ്ടല്ലോ. അപ്പോൾ ഈ സിനിമയുടെ യാത്ര ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം നല്ലതിനായിരിക്കാം. കാരണം ദീപു ഈ തിരക്കഥ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല, വിപിനെന്ന് ആദ്യത്തെ മുത്തുകോ ചെയ്തിരുന്നു ആ സമയത്ത്. അപ്പം ഒരു സിനിമയൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു സംവിധായകനാണ്. പിന്നെ ജയ 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 ഹേ റിലീസാവുന്നു. വിപിൻ്റെ ഫിലിം മേക്കിങ്ങിന് ഒരു ഭയങ്കര ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാകുന്നു. അങ്ങനെ ദീപു പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തിരക്കഥ വിപിൻ്റെ അടുത്ത് എത്തുന്നു. ആ കാലയളവ് കൊണ്ട് ബേസിൽ ഒരു വളരെ പോപ്പുലർ സ്റ്റാർ ആകുന്നു, ഫാമിലി സ്റ്റാർ ആകുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് തോന്നി ഓരോ സിനിമകൾക്കും ഒരു നിമിത്തം ഉണ്ടാവും. രണ്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിലെ രണ്ട് പ്രധാന പ്രൊട്ടാഗണിസ്റ്റുകൾ. ഇപ്പോൾ അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കോശി കുര്യൻ വില്ലനും അയ്യപ്പൻ നായർ നായകനും എന്ന് തോന്നിയാലും സത്യത്തിൽ നമ്മൾ ഒന്ന് അനാലിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ രണ്ടുപേരും കുഴപ്പം പിടിച്ച ആൾക്കാരാണ്. രണ്ടുപേരും ഫ്ലോഡ് ആയിട്ടുള്ള ഹ്യൂമൻസ് ആണ്. അപ്പോൾ അവർക്കിടയിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളാണല്ലോ. ആ സിമിലാരിറ്റി ഉണ്ട് ഇതിൽ വിനു എന്ന ബേസിലിൻ്റെ കഥാപാത്രവും ആനന്ദൻ എന്ന ഞാൻ ചെയ്യുന്ന കഥാപാത്രവും അടിസ്ഥാനപരമായിട്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അന്ന് എന്നോട് ഇപ്പം ഞാൻ ആദ്യമായിട്ട് ദീപു ഈ കഥ എന്നോട് പറഞ്ഞപ്പോൾ ബേസിലിൻ്റെ കഥാപാത്രം ഞാൻ ചെയ്ത കഥാപാത്രം മറ്റൊരു നടനുമാണ്. അപ്പോൾ അതാരാണെന്ന് പറയുന്നില്ല. അപ്പോൾ അന്ന് ഈ സിനിമ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, ഇപ്പോൾ ഉടനെ ചെയ്യേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാന കാര്യം തന്നെ ആ കാസ്റ്റ് ഒന്ന് ഫ്രഷ് ആകണം, അല്ലെങ്കിൽ ഒരു റെപ്പറ്റീഷൻ ഫീൽ ചെയ്യും, കുറച്ച് ഫ്രഷ് ആയിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ള ഇതിലാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. ഞാൻ വിപിൻ്റെ വേർഷൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്നും എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ കാസ്റ്റ് ചേഞ്ച് തന്നെയാണ്. കാരണം അങ്ങനെ ഞാൻ ആ കഥയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഞാൻ ആനന്ദനായിട്ടും മറ്റൊരാൾ വിനുവായിട്ടും, പ്രത്യേകിച്ച് ബേസിൽ വിനുവായിട്ടും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ആ ഐഡിയ വിപിൻ്റെയാണ്. അപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും നല്ല വേർഷനാണ് ആനന്ദൻ ഞാൻ ചെയ്യുന്നതും വിനു ബേസിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബേസിൽ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അത് കണ്ടപ്പോൾ ഞാനത് ചെയ്യണമായിരുന്നു എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ ആനന്ദൻ എന്ന കഥാപാത്രത്തിന് ഞാനൊരു ആപ്റ്റ് കാസ്റ്റാണ് എന്ന് എനിക്ക് തന്നെ ഇപ്പോൾ സിനിമ കാണുമ്പോൾ തോന്നുകയാണ്.